ഹിന്ദുക്കൾക്ക് മാത്രമായി ഒരു സംഭാഷണം. ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ഞാൻ ഒരുപക്ഷെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ഇന്റലിജന്റ് ആയ ആൾക്കാരിൽ ഒരാളാണ്, നല്ല ഹിന്ദു മനസ്സുള്ള ആൾക്കാരിൽ ഒരാളാണ് ശ്രീ പ്രതാപ്. അദ്ദേഹം എറണാകുളത്തുകാരനാണ്. ശ്രീ പ്രതാപിനോട് സംസാരിച്ച 30-ലേറെ മിനിറ്റ് നീളു നിൽക്കുന്ന വളരെ ഇൻഡെപ്ത് കോൺവെർസേഷൻ. എന്താണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ പ്രശ്നം? മുസ്ലിം ജനസംഖ്യയാണോ? ഏതെങ്കിലും രീതിയിലുള്ള ക്രിസ്ത്യൻ മതപരിവർത്തനമാണോ? സോക്കോൾഡ് ലവ് ജിഹാദ് ആണോ? യഥാർത്ഥ വന്ദേ മാതരമാണോ? ഹിന്ദുക്കളുടെ ജനസംഖ്യാ പ്രശ്നം എന്തൊക്കെയാണ്? ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഇഷ്യൂസും അതിന്റെ സൊല്യൂഷനും എന്തൊക്കെയാണ്? അതുകൊണ്ടാണ് ഇത് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയും ഹിന്ദു മനസ്സുള്ളവർക്ക് വേണ്ടിയുമാണുള്ളത്. മതേതരവാദികൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം അത് കേൾക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഇഷ്യൂസ് ഹിന്ദുക്കൾക്കുണ്ട്. അത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ അല്ല. അവർ ഈ പ്രശ്നങ്ങൾ മിസ്ഐഡന്റിഫൈ ചെയ്യുകയാണ്. മലപ്പുറമോ മുസ്ലിം ജനസംഖ്യ ഒന്നും ഒരു പ്രശ്നമേ അല്ല. നേരെ തിരിച്ച് തിരുവിതാംകൂറും ഹിന്ദു ജനസംഖ്യാ തകർച്ച, ഹിന്ദു പോപ്പുലേഷൻ ഇംപ്ലോഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഞാനും നമ്മുടെ പ്രതാപ് സാറും അല്ലെങ്കിൽ പ്രതാപ് ജിയും കൂടെ സംവാദ രൂപേണ അതിശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ്. കേൾക്കേണ്ടതാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഹിന്ദുക്കളുടെ, കേരളത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഹിന്ദുക്കളുടെ എല്ലാ ഒരുപക്ഷെ ഓൾമോസ്റ്റ് ഹോളിസ്റ്റിക് ആയ പല പ്രശ്നങ്ങളും ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്ക് കേൾക്കാനായി ഒരു സംഭാഷണം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി സ്റ്റാൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞില്ലേ? രണ്ട് സ്റ്റാൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അപ്പൊ ബാക്കി ആര് എഴുതി ചേർത്തു? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ചടോപാധ്യായ. അല്ല, അതന്നെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി ചേർത്തു ആദ്യത്തെ. അല്ലാതെ അത് എന്തിനു വേണ്ടി എഴുതി ചേർത്തപ്പം? ആനന്ദമഠത്തിന് വേണ്ടിട്ട്. അപ്പം ആദ്യത്തെ 4 ഉള്ളായിരുന്നു എന്നുള്ളത് റെക്കോർഡിക്കലുണ്ട്. എവിടെ നമുക്കൊരു ഒതന്റിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ? പിന്നെ 1876 2 പാരാഗ്രാഫേ ഉള്ളൂ. 1882 82 83 ആനന്ദമഠ് നോവൽ എഴുതിയപ്പോ അതിന്റെ കൂടെ 4 പാരാഗ്രാഫും കൂടെ എഴുതി ചേർത്തതാ. അത് വളരെ റെക്കോർഡിക്കലുമാണ് കേട്ടോ, വളരെ റെക്കോർഡഡും ആണ്. ആണോ? ഫസ്റ്റ് 2 പാരാഗ്രാഫ്സ് ആയിരുന്നു, പിന്നീടാണ് 6 പാരാഗ്രാഫ്സ് ആക്കിയത്. അല്ല, അതൊരു ഫാക്ട് ഓഫ് ഹിസ്റ്ററി ആണ് കേട്ടോ. അത് എന്താ പറയണേ, ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ശരി. 2 പാരാഗ്രാഫ് ആയിരുന്നു ആദ്യം, പിന്നീട് നോവൽ വന്നപ്പോ നോവലിന്റെ എക്സ്പാൻഷന്റെ ഭാഗം കൂടായി. അതുകൊണ്ട് അതിന് യാതൊരു സാങ്ക്ടിറ്റി കുറവുണ്ടെന്നല്ല, പക്ഷെ രണ്ടാമതാണത് എഴുതിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇദ്ദേഹം ഈ 2 സ്റ്റാൻസ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പർപ്പസ് ഇതേപോലെ തന്നെ ഇന്ത്യ വർണ്ണിക്കാൻ. അല്ല, അപ്പൊ ആ 2 സ്റ്റാൻസ 2 സ്റ്റാൻസയായിട്ട് പുള്ളി അത് നിർത്തി. പിന്നെ ഇത് മറ്റേത് വന്നപ്പം കൂട്ടിന്നാണ് പിന്നെ രാഹുലിന്റെ. നമുക്ക് എവിടുന്ന നമുക്കത് ഒതന്റിക് ആയിട്ട് അതൊരു വലിയൊരു ഇഷ്യൂ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. അത് അങ്ങനെയാണെങ്കിൽ അത് നമുക്കത് ഒതന്റിക് ആണെന്നൊക്കെ എന്തെങ്കിലും ഒരു എവിഡൻസ് വല്ലതും തരാൻ പറ്റുമോ? എല്ലായിടത്തും അതായത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ അടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് AIO എന്തെങ്കിലും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനത് ക്രോസ് വെരിഫൈ ചെയ്തിരുന്നു. ഫസ്റ്റ് 2 പാരാഗ്രാഫ് ആയിരുന്നു, പിന്നീട് 4 പാരാഗ്രാഫ്സും കൂടി എഴുതി ചേർക്കുകയാണ്. ആ 4 പാരാഗ്രാഫ്സ് ടോട്ടൽ 6 ആവുന്നു. അപ്പം പിന്നീട് അതിൽ 2 പാരാഗ്രാഫ് എടുത്താൽ മതി. 1939 37 39 സബ്ജക്ട് ടു കറക്ഷൻ 37 or 39 തീരുമാനിക്കുകയാണ്. പിന്നീട് അതാണ് ഒഫീഷ്യലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റേ ഈ ഡയറക്റ്റ് ആക്ഷന് വരാതിരിക്കാൻ വേണ്ടിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് ജിന്നയുടെ ഒരു കോൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഡയറക്റ്റ് ആക്ഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയില്ല. കാര്യം ഡയറക്റ്റ് ആക്ഷൻ വരുന്നത് 40s ഈ തീരുമാനം വരുന്നത് 40s. അല്ല, അതായത് ഈ ഇന്ത്യ അൺഡിവൈഡഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് വന്ദേ മാതരം, പിന്നെ ഹിന്ദു മുസ്ലിം ബൈ ബൈ ജിന്ദാബാദ്, അങ്ങനെയായിരുന്നല്ലോ അന്നത്തെ നാര ഉണ്ടായിരുന്നത്. പക്ഷെ ഡയറക്റ്റ് ആക്ഷൻ വന്നതോടുകൂടി പുള്ളിക്കാരന്റെ ഈ ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻ വരികയും കൽക്കട്ടയിലുള്ള ആ ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി മറ്റേ ജനസൈഡ് ഉണ്ടായതോടുകൂടി പിന്നെ ആ ഹിന്ദു മുസ്ലിം ബൈ ബൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജിന്ദാബാദ് എന്ന് പറയുന്ന ആ നാര ഇല്ലാതായി പോവുകയും അങ്ങനെ ഡിവൈഡ് ഉറപ്പിക്കുകയും ചെയ്യുമല്ലേ ചെയ്യുന്നത്. ഹിന്ദു മുസ്ലിം ബൈ ബൈ ഇല്ലാതായി പോകുന്നില്ല. എത്ര പേര് പാകിസ്ഥാനിൽ പോയോ ഓൾമോസ്റ്റ് അത്രയും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്തു. ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോണില്ല. അതായത് പാകിസ്ഥാനിലെ മകള് പോലും അങ്ങോട്ട് പോകും. അതിന് പാകിസ്ഥാൻ ഗാന്ധിയാണ് അതിനകത്തൊരു കാരണമെന്നും ഇന്ത്യ സെക്യുലർ ആയിട്ട് നിൽക്കണമെന്നും അത് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകരുതെന്നും പുള്ളി അത് ചെയ്തു. കാരണം ഏറ്റവും കൂടുതൽ എക്സോഡസ് ഉണ്ടായിരുന്ന പഞ്ചാബ് ഭാഗത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പഞ്ചാബിൽ അദ്ദേഹം പോകുന്നതിന് പകരം അദ്ദേഹം ഹിന്ദുസിന് കുറച്ചും കൂടി അപ്പർ ഹാൻഡ് ഉള്ള
ബംഗാളിലാണ് അദ്ദേഹം തമ്പടിച്ചതെന്നാണ് ഒരു വാദം ഉണ്ടല്ലോ. അല്ല, തിരിച്ചാണ്. അന്ന് ലോകത്തിലെ ദ മോസ്റ്റ് ട്രബിൾഡ് സിറ്റി ഇൻ ദ വേൾഡ് അത് കൽക്കട്ടയായിരുന്നു. രണ്ട് അതെ, സ്ഥലങ്ങളിൽ correct ആ ആണ്. പ്രശ്നം ഉണ്ടാവുന്നത്. അത് കറക്റ്റായി പറഞ്ഞതുപോലെ പഞ്ചാബും ബംഗാളും ഇത് അതെ, രണ്ടുമാണല്ലോ സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പൊ അതെ. അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് പഞ്ചാബിലും ബംഗാളിലുമാണ്. ബംഗാളാണതിലെ വേഴ്സ്റ്റ് എഫക്റ്റഡ്, കൽക്കട്ട ബീങ് ദ മോസ്റ്റ് ട്രബിൾ സിറ്റി ഇൻ ദ വേൾഡ്. ഒരു ഉം, ന്യൂസ് പേപ്പറിലെ കൊട്ടേഷൻ ആണ്, പേപ്പറിന്റെ പേര് പറഞ്ഞത് നോക്കിയിട്ട് പറയാം. ഉം, അങ്ങനെയാണ് ഗാന്ധിജി മിറക്കിൾ ഓഫ് കൽക്കട്ടയുടെ മഹാത്ഭുതം വർക്ക് ചെയ്തെടുക്കുന്നത്. ഗാന്ധിജി അവിടെ ഉം, ചെല്ലുകയും അവിടുത്തെ ഹിന്ദു മുസ്ലിം കലാപം അവസാനിപ്പിക്കുകയും അങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ എഴുതുന്നത്. ഉം, 55,000 സൈനികർക്ക് പഞ്ചാബിൽ കഴിയാത്ത കാര്യം ഒരൊറ്റ മനുഷ്യന് ബംഗാളിൽ കഴിഞ്ഞു എന്ന്. ഉം. അപ്പൊ ആ രീതിയിൽ എന്താ പറയുക, ഈസി ആയിട്ട് ഈസി ആയിട്ടെന്നല്ല, ഗാന്ധിജിയുടെ സമാധാന ശ്രമങ്ങൾ കാരണം അവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞു. ഉം. പക്ഷേ എന്താ അറിയാമോ, ഒരു രാജ്യത്ത് നമ്മൾ ലോകത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം ഇന്ത്യയാണ്. അന്ന് ഉം. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യവും ഇന്ത്യയാണ്. ഉം. അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇല്ല. ഉം. അതായത് ഇന്ന് പോലും ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിലുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെയാണ്. ഉം. അപ്പൊ അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളതും. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടീഷൻ സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷന്റെ എത്ര പെർസെന്റേജ് കൂടിയിട്ടുണ്ടാവും ഇപ്പൊ ഇന്ന് ഇന്ത്യയില്? പാർട്ടീഷനുള്ള സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9%, 9.2, 9 to 10 എന്ന് എടുക്കാം, അതെ. റൗണ്ട് ഫിഗർ. ഇപ്പൊ എത്ര ഉണ്ടാവും? ഇന്നൊരു 14-15% അപ്പൊ ഒഫീഷ്യലി. ഇതെങ്ങനെ ഈ മൾട്ടിപ്പിൾ ആയത് എങ്ങനെയാണ്? അല്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ നോർമലാണ്. നമ്മുടെ ഉം, ജനസംഖ്യ കുറയുക. ഇപ്പൊ ഉദാഹരണം ഓക്കെ. കേരളത്തിലെ കൃത്യമായ കണക്ക് ഞാൻ നോക്കിയോണ്ട് ആധികാരികമായിട്ട് ഞാൻ പറയാം. ഉം, കേരളത്തിൽ 50 വർഷം മുമ്പ് 63% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഉം, ഇന്ന് 55% ഹിന്ദുക്കളേ ഉള്ളൂ. 55ലും കുറവാണ്. ഒഫീഷ്യലി 50 മുതൽ 55 വരെ എടുക്കാം, കുറച്ചുകൂടെ ഫാക്ട് ഉം, ആകാൻ. ഉം. സെൻസസ് പ്രകാരം 54 2011. എന്നാലും റഫ്ലി അറൌണ്ട് 50 to 50. 2011 സെൻസസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് ഈ മലപ്പുറത്ത് എല്ലാ വർഷവും 61,000 കുട്ടികൾ വരുന്ന സമയത്ത് ഇതിന്റെ അതേ കാസ്കേഡിങ് എഫക്ട് ഈ കഴിഞ്ഞ 15 വർഷം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം 51% കാണാൻ വഴിയില്ല. അതാണ് 50 എടുക്കാം. ഇനി നമുക്ക് ഇല്ല, എല്ലാ എന്റെ ഒരു കാൽക്കുലേഷൻ, ഞാൻ ഈ റിവേഴ്സ് കാൽക്കുലേഷൻ വെച്ച് നോക്കിയപ്പോ എനിക്കൊരു 46% താഴെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. 46 സംശയമുണ്ട്. അറൌണ്ട് 50 കാണണം, അറിയില്ല, സബ്ജക്ട് ഇല്ല, കറക്ഷൻ. പക്ഷെ കാരണം എന്താ വെച്ചാൽ പോയിന്റ് ഉണ്ട്. 68,000 ഞാൻ ഡീകോഡ് ചെയ്തു താഴോട്ട്. അല്ല, അങ്ങ് മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മുടെ എല്ലാ ഹിന്ദുക്കൾക്കും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിംഗ് പോയിന്റ്. ആ മുസ്ലിം പോപ്പുലേഷൻ ഫോക്കസ് ചെയ്യുന്നത് പകരമേ നമ്മുടെ ഹിന്ദു പോപ്പുലേഷൻ എന്തുകൊണ്ടാ കുറയുന്നേ? കാര്യം അല്ല, അത് കാരണം ഒരു വീട്ടിൽ അല്ലല്ല 2.1 കുട്ടികൾ ഉണ്ടാവുന്നില്ല. പെർഫെക്റ്റ്ലി കറക്റ്റ്, യു ആർ പെർഫെക്റ്റ്. അന്ന് പന്തിരിക്കാൻ നമ്മൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കേരളത്തിൽ ഒരു മുസ്ലിമും ഇല്ലാന്ന് ഒരു നിമിഷത്തേക്ക് എടുക്കുക. ഫോർ 1 മിനിറ്റ്, ഒരു 1 സെക്കൻഡ്, ഫോർ ആർഗ്യുമെന്റ് സേക്ക്, കേരളത്തിൽ ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഇല്ലാന്ന് ഒരു നിമിഷത്തേക്ക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 120 വർഷത്തിനകം കേരളം ശൂന്യമാകും. അതായത് ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയുടെയോ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.3 റേഞ്ച് ആണ്. യഥാർത്ഥത്തിൽ എല്ലാ കുടുംബങ്ങളിലും ഫെർട്ടിലിറ്റി റേറ്റ്, ഒരു അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ ജനിക്കേണ്ട കുട്ടികളുടെ എണ്ണം 2.1 ആണ്. വേണ്ട, അങ്ങനെ ശ്രദ്ധിച്ചാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയും. ഇത് എനിക്ക് മനസ്സിലായി. ഇത് നമുക്കില്ല എന്നുള്ളതല്ലേ പ്രശ്നം. അല്ല, അപ്പൊ ഈ നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള പ്രപ്പോസൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സാമ്പത്തികമായി കേരളത്തിലെ, ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഭൂപരിഷ്കരണ നിയമം വരികയും കേരളത്തിലുള്ള അടിസ്ഥാന ഹിന്ദുക്കളുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതായി പോവുകയും അവര് കേരളത്തിൽ നിന്നും എക്സോഡസ് ആയിട്ട് ബാംഗ്ലൂർ, മദ്രാസ്, ബോംബെ, ഡൽഹിയിൽ വളരെ കുറവായിരുന്നു. അന്ന് ട്രെയിൻ യാത്ര അത്ര സുഗമം അല്ലാത്തതുകൊണ്ട് ഡൽഹിയിൽ പോകുന്നില്ലായിരുന്നു, കൂടുതലും ബോംബെ, മദ്രാസ്. അപ്പൊ എന്താ സംഭവിച്ചിരുന്നെന്ന് വെച്ചാല് ഇവിടുന്ന് പലായനം ചെയ്യുകയും ഇവിടുള്ള ഭൂമിയും ബാക്കി ഉണ്ടായിരുന്ന ഭൂമിയും കൂടെ വിറ്റിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് പറ്റുമോ ഇല്ലയോ, ഫ്ലാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്വെല്ലിങ്ങോ, പ്രത്യേകിച്ച് ഫ്ലാറ്റ് വരുന്നതെന്ന് പറയുന്ന ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പാണ്. കാരണം എന്റെ ബന്ധുക്കൾ ധാരാളം പേര് ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലും ഉണ്ട്. അതുകൊണ്ടായി പറഞ്ഞ മദ്രാസിലടക്കം. അതുകൊണ്ട് അവരുമായിട്ടുള്ള ഡാറ്റ വെരിഫൈ ചെയ്തതന്നെ ഇപ്പൊ ഫിസിക്കൽ ഡാറ്റ വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. റൈറ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവരെ എങ്ങനെയെങ്കിലും ഇപ്പം സർവൈവ് ചെയ്യണ്ടേ? അതിനാണ് ഈ കുട്ടികൾ ഈ ഗവൺമെന്റ് പറഞ്ഞ നോംസ് മുഴുവനും നമുക്ക് രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും മുസ്ലിങ്ങൾ അത് കേട്ടില്ല. അത് രാഹുൽ ഈശ്വർ പറയുമോന്ന് അറിയാനാ ഞാൻ വെയിറ്റ് ചെയ്തത്. ഇനി ഞാൻ കുറച്ചുകൂടെ പറയാം. ഞാൻ അത് കൃത്യമായിട്ട് പറയാം. അതായത് ഞാൻ 2 രീതി പറയാം.
ഒന്ന് ഒരു എക്സ്ട്രീം സ്ട്രോങ്സ് ആയിട്ട് പറയാം, രണ്ട് സോഫ്റ്റ് ആയിട്ട് പറയാം. ആദ്യം ഞാൻ സോഫ്റ്റ് ആയിട്ട് പറയാം. അതായത് നമ്മുടെ കേൾക്കാമല്ലോ അല്ലേ ഞങ്ങൾക്ക്? നമ്മുടെ ജനസംഖ്യാ ആസൂത്രണം തെറ്റായ ഒരു പോപ്പുലേഷൻ പോളിസി അധിഷ്ഠിതമായിരുന്നു എന്നും ആ തെറ്റായ പോപ്പുലേഷൻ പോളിസിയാണ് നമ്മൾ കഴിഞ്ഞ 50 വർഷമായിട്ട് പിന്തുടരുന്നത് എന്നും, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഗുരുജി ഗോൾവൽക്കർ അടക്കം, RSSന്റെ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ അടക്കം ഇത് തെറ്റായിപ്പോയി, ഈ പോപ്പുലേഷൻ പോളിസി നമുക്ക് മനസ്സിലാക്കിയതിൽ തെറ്റായിപ്പോയി എന്നും, ഇന്ന് ചൈനയെ പോലെ നമുക്കൊരു പോപ്പുലേഷൻ റിവേഴ്സൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ പോളിസി റിവേഴ്സൽ, ചൈന ഒരു കുട്ടി പോളിസി മാറ്റിയല്ലോ, വീണ്ടും 2 കുട്ടിയിലേക്ക് വരുന്നു, ഇത് വേണമെന്നുള്ളതാണ് സോഫ്റ്റ് ആയി പറഞ്ഞ. ഇനി കുറച്ച് ഹാർഡായി പറയട്ടെ, നമ്മളെ പറ്റിച്ചതാണ്. നമ്മളെ പാശ്ചാത്യ ശക്തികൾ, ഫോറിൻ ശക്തികൾ, വെസ്റ്റേൺ ശക്തികൾ നമ്മളുടെ പോപ്പുലേഷൻ പോളിസി ഇൻജക്ട് ചെയ്ത് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സും ഡെമോഗ്രഫിക് ഡിവിഡൻഡും കുറയ്ക്കാൻ നോക്കിയതാ. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, ഇത് ഗുരുജി ഗോൾവൽക്കർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ദാറ്റ് ഇന്ത്യാസ് ഡെമോഗ്രഫിക് ഹ്യൂമൻ റിസോഴ്സ് എടുത്താൽ മതി, കൃത്യവാക്യം വിട്ടുപോയി, ഇന്ത്യയുടെ ആ ജനസംഖ്യ കുറച്ച്, അതായത് പാശ്ചാത്യ ലോകത്ത് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടേതടക്കമുള്ള ജനസംഖ്യ കുറയ്ക്കാൻ പാശ്ചാത്യ ലോകം നടത്തിയ ഒരു ഇന്റർവെൻഷനാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ നാം രണ്ടും നമുക്ക് രണ്ടും വേണ്ട, നാം ഒന്ന് നമുക്കൊന്ന് എന്ന രീതിയിലാക്കിയത്. സഞ്ജയ് ഗാന്ധി അടക്കമുള്ളവർക്ക് 100% ഒന്നെങ്കിൽ വീണുപോയതാണ് അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ചതാണ്. ഈ തെറ്റി നമ്മുടെ ജനസംഖ്യ പോയതാ. ഒരൊറ്റ കണക്കിൽ പറയാം, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ ഒരു കണക്കിൽ പറയാം. അത് RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയും പറയുന്നുണ്ട്. അതായത് സിമ്പിളായി ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാം. അങ്ങയോട് ഞാൻ മുമ്പ് ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ലോകത്തെ 100 മനുഷ്യരെ ഉള്ളൂ എന്ന് കരുതുക, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമല്ല, ലോകത്താകെ കൂടെ 100 മനുഷ്യർ, 50 ആണും 50 പെണ്ണും. ഇവർ കല്യാണം കഴിച്ച് ഒരു കുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അടുത്ത തലമുറയിൽ 50 കുട്ടികളായിരിക്കും ഉണ്ടാകുക. ശരിയല്ലേ? 150% കറക്റ്റ്. ഈ 50 പേരിൽ 25 ആണും 25 പെണ്ണും എന്ന് എടുക്കുക, കണക്കിന്റെ എളുപ്പത്തിന് വേണ്ടി. ഇവർ കല്യാണം കഴിച്ച് അടുത്ത തലമുറയിൽ ഒരു കുട്ടിയെ ഉണ്ടായുള്ളെങ്കിൽ അടുത്ത തലമുറയിൽ ഉണ്ടാകുന്നത് 25 കുട്ടികളായിരിക്കും. ശരിയല്ലേ? ഇതിൽ ഒരാൾ ആക്സിഡന്റ് മരിച്ചുപോയി, ബാക്കി 24 പേരുണ്ട്. അതായത് കണക്കിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ 24 പേര് 12 ആണും 12 പെണ്ണും കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായാൽ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയിൽ 12 കുട്ടികളെ ഉണ്ടാകും. അടുത്ത തലമുറയിൽ 6, അടുത്ത തലമുറയിൽ 3 or 2, അതിന്റെ അടുത്ത തലമുറയിൽ 1 or 0. 1 ഫെർട്ടിലിറ്റി റേറ്റ് എങ്കിൽ 6 തലമുറ കൊണ്ട് ഒരു ജനസംഖ്യ ഇവാപ്പറേറ്റ് ചെയ്തു പോവും, അഥവാ ഡെമോഗ്രാഫിക് ഇവാപ്പറേഷൻ സംഭവിക്കും. ഇന്ന് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്, സൗത്ത് കൊറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സൗത്ത് കൊറിയ നമ്മളെക്കാട്ടി പ്രശ്നമാണ്, 0.88 ഉള്ളൂ. ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. നമുക്ക് 2.1 കുട്ടികൾ വേണം. ഇനി അടുത്ത ഏറ്റവും പ്രധാനം, മുസ്ലിങ്ങൾക്ക് ഒട്ടും കൂടുതലല്ല, അവർക്ക് 2.3 to 2.5 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. ഇതൊക്കെ ഔദ്യോഗികമായി കണക്കുള്ള സാധനങ്ങളാണല്ലോ. അതായത് ഞാൻ എറണാകുളത്താണെന്നുള്ളത് അറിയാലോ. അറിയാം. ഞാന് ഒരു ദിവസം, അതായത് ഞാൻ ആളുകളോട് ചോദിക്കും, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എത്ര പേരെന്താ? അക്ബർ. കുട്ടികൾ എത്ര? 3. എത്രയാണ് കുട്ടികൾ? എത്ര? പിന്നെ അലി എത്ര കുട്ടികൾ? 3 കുട്ടികൾ. അതിനകത്ത് ഞാൻ ഒരു മാസത്തിൽ ഞാൻ എടുക്കുന്ന ഡാറ്റ കളക്ഷനകത്തുനിന്ന് എനിക്ക് ഒരു മാസത്തിൽ മാക്സിമം 2 പേരെയാണ് എനിക്ക് കിട്ടുന്നത്, 3 കുട്ടികളിൽ താഴെയുള്ളവരെ. അങ്ങ് പറയുന്നത് ഇനി തിരിച്ചൊരു കണക്കും കൂടെ അങ്ങ് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു ഹിന്ദുവിന് 3 കുട്ടികളുള്ളവയെ കാണാമോ? 3 വേണ്ട, പോട്ടെ, നല്ലൊരു ശതമാനം, 50% ഹിന്ദുക്കൾക്ക് 2 കുട്ടികൾ പോലുമില്ല. ഇത് കാശുള്ളവരുടെ കാര്യമാണേ പറയണേ. അത്യാവശ്യം മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ഉള്ളവർക്ക് പോലും 2 കുട്ടികളില്ല. ചിലർക്ക് 1 കുട്ടിയേ ഉള്ളൂ. ചിലർക്ക് സോകോൾഡ് മോഡേൺ ആയി നമുക്ക് ചൈൽഡ് ലെസ് മാരേജ് ആകാമെന്ന് പറയുന്നു. അതിനകത്ത് രാഹുൽ ഈശ്വർ ശ്രദ്ധ കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് ഈ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ പറഞ്ഞ കേസ്, അതായത് ഇപ്പം 45 വയസ്സോ 40 വയസ്സോ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോഴാണ് അവര് സാമ്പത്തികമായി വെൽ ഓഫ് എന്നോ മിഡിൽ ക്ലാസ് ലെവലിലേക്കോ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് മിഡിൽ ക്ലാസ് ലെവലിലേക്കോ എത്തിയിരിക്കുന്നത്. അതായത് അതാണ് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാനാണ് ഉദ്ദേശിച്ചത്. കേരളത്തിന്റെ അടിസ്ഥാന വർഗമായിട്ടുള്ള ഹിന്ദുക്കളെ ഭൂമി പരിഷ്കരണത്തിൽ കൂടിയും സമ്പത്തിന്റെ വെൽത്ത് എറോഷനിൽ കൂടിയും ക്ഷേത്രങ്ങളെ നാഷണലൈസ് ചെയ്തും അല്ലെങ്കിൽ ഇത് ചെയ്തും കഴിഞ്ഞതോടുകൂടി കേരളത്തിന്റെ ഹിന്ദുക്കളുടെ സോഴ്സ് ഓഫ് ഇൻകവും സോഷ്യൽ എമാൻസിപ്പേഷനും ഇല്ലാതായി. അങ്ങ് പറയുന്നതിനോട് 95% എനിക്ക് യോജിപ്പാണ്. അതിന്റെ കാര്യം
അല്ല ഇതിന് അത് അല്ല എന്തുകൊണ്ടാ മുണ്ടശ്ശേരി പറയുന്നതെന്ന് അറിയാമോ? ഭൂപരിഷ്കരണത്തിലൂടെ അങ്ങനെ നഷ്ടമുണ്ടായത് സവർണ ഹിന്ദു എന്ന വിഭാഗത്തിനാണ്. നമ്മുടെ പിന്നോക്കക്കാർക്ക് അതുകൊണ്ട് മെച്ചമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം, അല്ലെങ്കിൽ സംസാരത്തിന് വേണ്ടി സംവാദം ചെയ്യാം. ഇനി ഞാനെന്തിനാ തർക്കിക്കാൻ അല്ലല്ല, ഞാൻ തർക്കിക്കാന്നല്ല, വി ക്യാൻ കീപ് ഇറ്റ് ഫോർ ആർഗ്യുമെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന്റെ മലയാള ഉദ്ദേശമേ ഉള്ളൂ. പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയുള്ള തലമുറയ്ക്ക് 2 കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നമ്മളൊരു 100 വർഷം നിലനിൽക്കുവോ? നമ്മളെന്ന് പറയുന്ന ഹിന്ദു നിലനിൽക്കണ്ടേ? ഇനി ഒരു 8 മിനിറ്റ്, ഇനി ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഞാൻ ഒരു 40 സെക്കൻഡ് ഞാൻ ചോദിക്കാൻ പോവാ. കേരളത്തിലെ ഹിന്ദു ജനതയും, അത് അമ്പലങ്ങളായിക്കോട്ടെ, അമ്പലത്തിലുള്ള ആളുകൾ, ഇന്ന് കേരളത്തിലെ അമ്പലങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ആരെങ്കിലും സാമ്പത്തികമായി വെൽ ഓഫോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ലോവർ ക്ലാസ്സോ ആയി നിൽക്കുന്നവനുണ്ടെങ്കിൽ അവനെ ചൂഷണം ചെയ്ത് അവനെ അധപ്പതനത്തിന്റെ കുഴിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് നമ്പൂതിരി വർഗം ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? വലിയൊരു പരിധി വരെ ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വലിയൊരു പരിധി വരെ എഗ്രി ചെയ്യുന്നത്, നമുക്കൊരു പ്രശ്നം നമ്മൾ പറഞ്ഞാൽ ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വന്നാൽ ക്രിസ്ത്യാനിക്ക് ഓടിച്ചെല്ലാൻ പള്ളിയിലച്ഛനുണ്ട്, മുസ്ലിമിന് മൗലവിയുണ്ട്. നമ്മുടെ പൂജാരിയുടെ അടുത്ത് ഓടിച്ചെന്നാൽ നീ 10,000 രൂപ എനിക്ക് തരാം, പൂജ ശരിയാക്കാന്ന് പറയും, കയ്യിൽ നിന്ന് എക്സ്ട്രാ 10,000 രൂപയും കൂടെ മേടിക്കും. അല്ല, ഇന്നലത്തെ സംഭവമാണ്, ഇന്നലെ എന്റെ കുടുംബക്ഷേത്രത്തിലെ സംഭവമാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്ത സ്ത്രീകളാണ് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഇരിക്കണേ. നിങ്ങൾക്ക് വിചാരിക്കേണ്ടത് വിമൻസ് പവർ എന്ന് പറയുന്ന സാധനം ഏറ്റവും മിസ്യൂസ്ഡും അബ്യൂസ്ഡും ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. പർട്ടിക്കുലർ നമുക്കപ്പോ എന്താ സൊല്യൂഷൻ വേണ്ടേ? ആ സൊല്യൂഷൻ കൃത്യമായി ഞാൻ വളരെ ആലോചിച്ചാ പറയുന്നത്. പ്രാക്ടിക്കലി ഇംപ്ലിമെന്റബിൾ ആൻഡ് ഡൂവബിൾ സൊല്യൂഷനാ. ഒന്ന്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ നമുക്കൊരു ശനിയാഴ്ച സത്സംഗം വേണം. 2, ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിളും ഖുറാനും പഠിക്കുന്നത് പോലെ നമുക്ക് വേദങ്ങളോ ഭഗവത്ഗീതയോ രാമായണമോ. അമ്പലങ്ങൾ അതിന് പറ്റത്തില്ല, അമ്പലങ്ങൾ സമ്മതിക്കുന്നില്ല, ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് അമ്പലങ്ങൾ. വേണ്ട, നമ്മുടേതായ അമ്പലങ്ങളിൽ ഇനി വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന നമ്പൂതിരിമാര് അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് ഞാൻ പറയാം മൊത്തത്തിൽ, അത് നമ്പൂതിരിയോ നമ്പ്യാതിയോ അല്ലെങ്കിൽ പൂണൂരിട്ട അല്ല പൂണൂരിടാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, രണ്ടായാലും, അതായത് ഈഴവ ശാന്തി ആയാലും വേണ്ടില്ല, നമ്പൂരി ശാന്തി ആയാലും വേണ്ടില്ല, ഏത് ശാന്തി ആയാലും വേണ്ടില്ല, ഇവരെ ഈ വരുന്ന കസ്റ്റമേഴ്സിനെ മിസ്യൂസ് ചെയ്യുകയും അബ്യൂസ് ചെയ്തെടുക്കുകയും അതിന്റെ പണം പിടുങ്ങുക എന്നുള്ളത് മാത്രമാണ് പരിപാടി. ഡു നോ ദാറ്റ് ഈ കഴിഞ്ഞ കർക്കിടകവാവിന് ഈ പരിപാടി നടത്തിയിട്ട് കാശുണ്ടാക്കിയ നമ്പൂരിമാരെ നിങ്ങൾക്ക് അറിയണോ? അല്ല, ഞാൻ അതാ പറഞ്ഞ, അങ്ങ് പറയുന്നത് 95% അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ യോജിക്കുകയാണ്. നമുക്ക് ഇനിയും സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത് രാഹുൽ ഈശ്വർ പിന്നെ അല്ലെങ്കിൽ പ്രതാപ് രാഹുൽ ഈശ്വറിനോട് സംസാരിക്കുന്നുണ്ടോ, രാഹുൽ ഈശ്വർ ചാനലിൽ സംസാരിക്കുന്നതുകൊണ്ട് ഒരു തേങ്ങായും നടക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചങ്ങയുടെ ഒരു കൗതുകമുള്ള കാര്യം പറയട്ടെ, വേറെ ആരുമില്ല സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അതായത് ഞാനും അങ്ങും അടക്കമുള്ള ഇതിനെക്കുറിച്ച് അവെയറായ ഒരു മൈനോറിറ്റിയായ 1% ഹിന്ദുസ് അല്ലാതെ ദർ ഈസ് നോ അതർ പേഴ്സൺ. വേറെ ആരും ഉത്തരവാദിത്തത്തോടെ പറയാനില്ല നമുക്ക്. അതാണ് പ്രശ്നം. അതെന്താ ആരെയും അവർ ഭയക്കുന്നേ? അല്ല, ആരെയും ഭയക്കുന്നോണ്ടല്ല, ആരെയും ഭയക്കുന്നോണ്ടല്ല. ഞാൻ ആർഎസ്കാരോട് ഈ വിഷയം സംസാരിച്ചു. അതായത് പേര് പറയുന്നില്ല, ടോപ്പ് 3 നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു എന്നൊക്കെ കൂട്ടാം, എല്ലാവർക്കും അറിയാവുന്ന ടോപ്പ് 3. അപ്പൊ എന്നോട് പറഞ്ഞ എന്താ അറിയാമോ? അതായത് ഞാൻ ഈ നമ്മുടെ ജനസംഖ്യ കുറവ് സാധനങ്ങളൊക്കെ പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നമ്മൾ ഈ വിഷയം പറഞ്ഞ സോഷ്യൽ മീഡിയയിലടക്കം നമ്മളെ ട്രോളും. അതായത് എന്നാ നിങ്ങള് ഈ എന്റെ രാഹുൽ ഈശ്വറെ, ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പ് 3-ക്കകത്തുള്ള ഒരാളെ കണ്ടു. ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ അതിന്റെ കാര്യങ്ങളിട്ട് പ്രിന്റ് ഔട്ട് എടുത്തോണ്ടാ പോയെ. മനസ്സിലായോ? എന്ത് പറഞ്ഞു? എളമക്കര കാര്യാലയത്തില്. അപ്പൊ പറഞ്ഞു, പിന്നെ ഇത് കഴിയട്ടെ, നമ്മുടെ 100-ാം വർഷത്തിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഇതിൽ തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് പ്രതാപേട്ടൻ വരണം എന്നും പറഞ്ഞിട്ട് എന്നെക്കാളും ഇളയതൊക്കെ തന്നെയാണ്. ടോപ്പ് 3 ആണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് 3. അപ്പം അതിനകത്ത് തന്നെ കണ്ടു. അവരന്ന് സീനിയർ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബൈടെക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പോയത്. ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വേണം വരുന്നത് എളമക്കര കാര്യാലയം. ഞാൻ പറഞ്ഞു വന്നത്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ഒരു സെറ്റപ്പ് ഉണ്ടാവുന്നുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഗൈഡ് ചെയ്യുന്ന സംഘത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരുപാട് ഓർഗനൈസേഷൻസ് നമുക്കുണ്ടെങ്കിലും കാര്യക്ഷമം പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ്. വളരെ കറക്റ്റാണ്, വളരെ കുറവാണ്. ഞാൻ അതുകൊണ്ടാ പറയണേ, ഞാൻ എന്താണെന്നറിയാം, അവിടെ എന്താ പ്രശ്നം?
രാഹുൽ ഈശ്വർ പുറത്താണ്, പ്രതാപ് പുറത്താണ്, അതുപോലുള്ള ആളുകൾ മുഴുവൻ പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇതിന് ലീഡർഷിപ്പിന്റെ ലെവലിൽ നിൽക്കുന്ന ആളുകളൊക്കെ പിന്നെ എന്താ പറയുന്നത്, ഈ അബ്സല്യൂട്ട്ലി ഇൻകോറിജിബിൾ എന്ന് പറയാൻ വേണമെങ്കിൽ. എന്താണ് മീനിങ്? അല്ല, ഞാൻ ആരെയൊക്കെ അങ്ങ് പറഞ്ഞതിനോട് യോജിച്ചോണ്ട് തന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ ജി, നമുക്ക് ഇപ്പൊ 2026 നമുക്ക് 2050 സിറ്റുവേഷൻ നോക്കാം. ഞാൻ ഹാർഡ് കോർ കണക്കും കൂടെ പറയാം. അതായത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് പറയുന്നത്. ഞാൻ സോഫ്റ്റ്വെയർ അല്ലേ ചെയ്യുന്നത്. ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തത് 2010 ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട്. ഇത് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ബിസിനസ്സുകാരനാണ്, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്, നമ്മളെല്ലാവരും ഹെൽഡപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? നമുക്ക് ജീവിക്കാൻ വേണ്ടി. വേറൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓടി നടക്കാണ്, പരക്കം പായാണ്. ഈ പരക്കം പായുന്നതിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ സോഷ്യൽ ബൈൻഡിങ്സ് ഉണ്ട്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ദർ ഇസ് നോ സപ്പോർട്ട് സിസ്റ്റം ഫോർ us. ദർ ഇസ് നോ. ഇനിയും വരുന്നൊരു തലമുറയ്ക്ക് നമ്മൾ ഇത് ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിന് രണ്ട് രീതിയുള്ളൂ. പിന്നെ വരുന്ന ആളുകൾ ആരാന്നറിയോ? പിന്നെ ഇതിന്റെ ടോപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് പിന്നെ ഈ 4 ആള് കൂടുന്ന സ്ഥലത്ത് ഞാൻ അതിന്റെ ജനറൽ സെക്രട്ടറി ആണെന്നും പ്രസിഡന്റ് ആണെന്നും ഖജാൻജി ആണെന്നും പറയാനല്ലാതെ ആക്ച്വൽ റിയൽ ആക്ഷൻ ഗ്രൗണ്ടിൽ ഇല്ല സാറേ. അല്ല, ഇതിനോട് അങ്ങ് പറയുന്നതിനോട് 101% യോജിക്കാം. നേരത്തെ പറഞ്ഞ 95 അല്ല. അപ്പൊ ഇതിന് രണ്ട് സൊല്യൂഷൻസേ പോസിബിൾ ഉള്ളൂ. ഒന്ന്, നമ്മളായിട്ട് പരമാവധി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് CP സൂദനെ അറിയാമോ? അറിയാം. എങ്ങനെ ഉണ്ടാള്? ഞങ്ങളല്ലേ ഒരുമിച്ച് ഹിന്ദു പാർലമെന്റ് അടക്കമുള്ള സാധനങ്ങൾ ചെയ്ത്. അദ്ദേഹം പറയുന്ന ക്ലെയിംസ് ഒക്കെ ശരിയാണോ? ഫുൾ അർത്ഥത്തിലാണോ എന്നറിയില്ല. ഏത് ക്ലെയിം എന്ന് പോലും ഇരിക്കും, ഏതാ ക്ലെയിം എന്ന് പറയുന്ന പോലെ ഇരിക്കും. നമുക്ക് ഗവൺമെന്റ് അല്ല, ഇപ്പൊ ഉദാഹരണം, ഒരു ഗവൺമെന്റിന്റെ ഹാർഡ് ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഹാർഡ് ഡേറ്റ അവൈലബിൾ ആവുമ്പോൾ നമ്മൾ വേറെ ഡേറ്റയുടെ പുറകെ പോകണ്ട. പെട്ടെന്ന് അങ്ങ് ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണണം, ഈ അടുത്തിടയ്ക്ക് ഇന്ത്യൻ എക്സ്പ്രസ് കോട്ട് ചെയ്ത ഗവൺമെന്റിന്റെ അടക്കമുള്ള റിപ്പോർട്ട്, ഓരോ വർഷവും 50,000 ഹിന്ദുക്കൾ കേരളത്തിൽ കുറയുകയാണ്. അതായത് എത്ര ഹിന്ദുക്കൾ ജനിക്കുന്നു അതിനേക്കാൾ 50,000 ഹിന്ദുക്കൾ കൂടുതൽ മരിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ജനിക്കേണ്ട ഹിന്ദുക്കളുടെ പകുതി ഹിന്ദുക്കൾ മാത്രമാണ് ഇപ്പൊ ജനിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്തതാണ് ഞാൻ പറയുന്ന പോയിന്റ്. അവിടെയാണ് അങ്ങ് എന്റെ സമീപനം എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും മതേതര വിശ്വാസമുള്ള ഒരുപാട് പേരില്ലേ? അവരെയും കൂടെ കൺവിൻസ് ചെയ്യുന്ന ഒരു സ്വരത്തിൽ പറഞ്ഞാലല്ലാതെ നമ്മുടെ മെസ്സേജ് എങ്ങനെ ഗെറ്റ് അക്രോസ് ചെയ്യും? അതായത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല പ്രശ്നം, ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ആന്തരികമായിട്ടാണ് ഈ പ്രശ്നം. നമ്മൾ നമ്മുടെ കുടുംബം കുറെ കൂടെ സ്ട്രോങ് ആക്കണം, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം ഉണ്ടാകണം, പേരന്റിങ് വേണം, 2-3. ഇന്നലെ ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിൽ നടത്തിയ തീരുമാനങ്ങൾ അറിയാവോ? അറിയില്ല, എന്തായിരുന്നു? ഇവാഞ്ചലൈസേഷൻ എത്രയും പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യണം. ഓരോ വ്യക്തിയും അവര് പിന്നെ ഫാമിലികൾ ഇവാഞ്ചലൈസേഷൻ നടത്തുന്നില്ല, അത് എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളത്. ഏത് പള്ളി ഒരുപാട് സഭകളുണ്ട്. എനിക്ക് തോന്നുന്നില്ല മുഖ്യധാര കത്തോലിക്ക ഓർത്തഡോക്സ് ഒന്നും അങ്ങനെ ചെയ്യുമെന്ന്. എനിക്കറിയില്ല, സബ്ജക്ട് ടു കറക്ഷൻ. അവരൊന്നും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. അവര് നമ്മളോടൊപ്പം ഒരു 10,000-2,000 വർഷമായിട്ട് അല്ലെങ്കിൽ 1900 വർഷമായിട്ട് ജീവിക്കുന്നവരല്ലേ. അവരെല്ലാം കർത്താവിന്റെ പ്രധാന വചനം എന്താണ്? സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ അങ്ങനെ ഏറ്റവും നല്ല ക്രിസ്തുമാർഗി നമ്മുടെ ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധി ആയിരുന്നില്ലേ? ഇപ്പൊ ഞാൻ അടക്കം എല്ലാവരും ക്രിസ്ത്യൻ സ്കൂൾസിലാണ് പഠിച്ചത്. നമ്മളെ ആരും മതപരിവർത്തനം ചെയ്യാനും നോക്കിയിട്ടില്ല. ഞാനപ്പോ അങ്ങോട്ട് പറയുന്ന ഒരു കാര്യം, പ്രതാപ്ജിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ അറിയാമോ? യഥാർത്ഥത്തിൽ RSS ലീഡർഷിപ്പ്, മാതാ അമൃതാനന്ദമയി, ശ്രീ രവിശങ്കർ, സദ്ഗുരു ജഗ്ഗി വാസുദേവ്, അങ്ങനെ ഇൻഫ്ലുവൻസ് ഉള്ള ഹിന്ദു സ്പേസിൽ നിൽക്കുന്നവർക്ക് ഈ വിഷയം കാര്യമായി ബ്രീഫ് ചെയ്യുക. വിവാഹപൂർവ്വ വിദ്യാഭ്യാസം അടക്കമുള്ളവർ കൊണ്ടുവരിക. അങ്ങ് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി ഒരു 5 വർഷം ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ 3 തലമുറ കഴിയുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ഒരു തലമുറ മിസ്സാവും. മുസ്ലിങ്ങൾക്ക്, അതായത് ഞാൻ പോപ്പുലർ എക്സാമ്പിൾ പറയുകയാണെ, ആരെയും മോശമായിട്ടല്ല, മമ്മൂക്കയുടെ മകൻ കല്യാണം കഴിച്ച് കുട്ടിയായി വെൽ സെറ്റിൽഡ് ആണ്. മോഹൻലാലിന്റെ 2 മക്കളും ഇതേവരെ, അവർക്ക് 2ഉം 30 ഒക്കെ കഴിഞ്ഞെങ്കിലും ഇതേവരെ മാരേജോ ഫാമിലി എന്നൊരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല. അവർക്ക് കാശില്ലാഞ്ഞിട്ടാണോ? ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? അല്ല, പോപ്പുലേഷൻ പോളിസിയാണ്. അല്ല, അത് മാത്രമല്ലെന്നേ, നമ്മൾ മോഡേൺ ആണ്. നമ്മളൊരു റിലീജിയസ് ഹിന്ദു ആണ് എന്ന് പറയുന്നതിൽ നാണക്കേട് വരികയും
നമ്മൾ മോഡേൺ ആണെങ്കിൽ ഇത്തരം ഈഗാലിറ്റേറിയൻ മെഷേഴ്സ് കൊണ്ടു നടക്കണമെന്നും അവർ പറയുന്നു. മറ്റേത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ്, ദിസ് ഇസ് അവർ ദ പ്രിൻസിപ്പിൾ ഓഫ് അവർ റിലീജിയൻ, സോ ദാറ്റ് വി ഷുഡ് ഡു നമ്മൾ ഓൾ അതിനെ ദീസ് തിങ്സ്. മതമെന്ന വാക്കങ്ങ് മാറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മതി. ഈ മതപഠനം ഹിന്ദുക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂല. കാര്യം മതം എന്ന വാക്കിന് ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു വലിയ നെഗറ്റീവ് അർത്ഥമുണ്ട്. പകരം സ്പിരിച്വൽ കേരളത്തില് എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചാൽ കേരളത്തിലാണ് കേട്ടോ. കേരളത്തിൽ പകരം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് വിളിച്ചാൽ മതി. മതം എന്ന വാക്ക് 75 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഓവർ ടൈം വർക്ക് ചെയ്ത് ആ വാക്ക് തന്നെ ചീത്തയാക്കിയിട്ടുണ്ട്. വേണ്ട, നമുക്ക് മതം വേണ്ട, ആത്മീയ വിദ്യാഭ്യാസം വേണമെന്ന് പറയുക. കുടുംബ ദിസ് ഇസ് സത്യം പറയാ, കഴിഞ്ഞ ആ ഒരു നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചിട്ടില്ലേ പലപ്പോഴും, നിങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും റോസി ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഒരു എന്താ പറയാ തോട്ടാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഈ ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ടെർമിനോളജി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഫൈൻ. ആൻഡ് ആർ യു റെഡി ടു ജോയിൻ? നമുക്ക് ഒന്നിച്ചൊന്ന് ജോയിൻ ചെയ്യണ്ട? ഉറപ്പായിട്ടും. ഇനി തീർന്നില്ല. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനടക്കം അവർക്ക് മതപാഠശാലയുണ്ട്. ഞാൻ പറഞ്ഞ ആ പേര് മാറ്റുക, ആത്മീയ പാഠശാലയിൽ നാട്ടുക. 2, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എടുക്കണമെന്ന് പറയരുത്. പകരം പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാമിലി എഡ്യൂക്കേഷൻ എടുക്കുക എന്ന് പറയുക. കാര്യം കൗൺസിലിംഗ് എന്ന വാക്കിന് ഹിന്ദുക്കളുടെ സ്റ്റാൻഡി സബാഷിനെ അറിയാവോ? ഏതോ സ്റ്റാൻഡി സബാഷൻ, ബാംഗ്ലൂർ. അറിയാം, പിന്നെ അറിയാം. അതെ, അപ്പുറത്തെ ലൈനിലുണ്ടെന്നല്ല, ലൈനിൽ വിളിക്കുന്ന തന്നെ. എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അൺനെസസറി ആയിട്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സ്റ്റാൻഡ് നമുക്ക് വേണ്ട. നമുക്ക് സ്വന്തം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ഒരു 15 മുതൽ 20 വർഷം വരെ ഞാൻ കാണുന്ന എല്ലാവരും പറയുന്ന അതായത് ചെറുത് തൊട്ട് വലുത് വരെ എല്ലാവരും നിങ്ങളുടെ ഈ സോഫ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റൈറ്റർ സ്റ്റാൻഡ് ആണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. സെയിം വാക്കാണ് പറഞ്ഞത്. ഈ സോഫ്റ്റ് സ്റ്റാൻഡ് അല്ലേ മഹാത്മാഗാന്ധി എടുത്തിരുന്നത്? പക്ഷെ അതുകൊണ്ട് രാജ്യത്തിന്റെ അച്ഛനായ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പറഞ്ഞ മഹാത്മാഗാന്ധി അല്ലേ പാകിസ്ഥാൻ 55 കോടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് 55 കോടി കൊടുക്കാനുള്ളതാണ്. നമുക്കത് കൊടുക്കേണ്ടത് പറയാൻ പറ്റുമോ? അത് യുദ്ധത്തിന്റെ സമയത്ത് എന്തിനു കൊടുക്കണം? പാർട്ടീഷന്റെ സമയത്ത് അത് കൊടുക്കണം അത് സമ്മതിച്ചു. അവൻ അതൊക്കെ സമ്മതിച്ചു. അത് അങ്ങക്ക് അതിന്റെ ലോജിക് അറിയാമോ? മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന്? അതിനുശേഷം ജിന്നയോട് മഹാത്മാഗാന്ധി പറയുകയാണ്, ഞാൻ പാകിസ്ഥാനിലേക്ക് വരിക, അവിടുത്തെ ഹിന്ദുക്കൾക്കും സിഖുകൾക്കും സുരക്ഷിതമായ ഒരു സ്പേസ് ഉണ്ടാക്കണം. മഹാത്മാഗാന്ധി ജീവിതത്തിന്റെ അവസാന കാലം പാകിസ്ഥാനിലേക്ക് പോകാനൊരു അതിനുമുമ്പ് അദ്ദേഹത്തെ കൊല്ലുകയല്ലേ. പാകിസ്ഥാനിലേക്ക് പോവുകയും ഈ ബാലൻസിൽ ഈ രാജ്യം പോണ്ടേ? നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ സിറ്റുവേഷൻ എടുക്കാം. കേരളത്തിൽ 3-ൽ-1 അല്ലെങ്കിൽ ഏകദേശം 27 അല്ലെങ്കിൽ 29% മുസ്ലിങ്ങളാ ഉള്ളത്. നമുക്ക് മുസ്ലിം 17-18% ക്രിസ്ത്യാനികളുണ്ട്. എല്ലാരെയും കൂടി ഒരു ബാലൻസ് കൊണ്ടുപോകണ്ടേ? ഇന്ത്യയുടെ കൊടിയിലെ 3 നിറങ്ങളെ പോലെ ഇതിന് കൂടുതൽ ജനതയുള്ള, കൂടുതൽ ഭൂരിപക്ഷമുള്ള 1961 കേരളത്തിലെ ജനത, ഹിന്ദു ജനസംഖ്യ എത്രയായിരുന്നു? 63, ക്രിസ്ത്യാനികൾ 21, മുസ്ലിങ്ങൾ 17. ഇന്ന് മുസ്ലിങ്ങൾ 27, ക്രിസ്ത്യാനികൾ 17-18, ഹിന്ദുക്കൾ 54 അല്ലെങ്കിൽ 50 മുതൽ 54. ഈ നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടാകുന്നില്ല. നമുക്ക് ലേറ്റ് മാരേജ് ആണ്. എന്താ കാര്യം? ചെട്ടികുളങ്ങര പഞ്ചായത്തിലെ കുറിച്ചിട്ട് ഞാനൊരു ഡേറ്റാബേസ് എടുത്തായിരുന്നു. അതൊന്നും കേട്ട് കഴിഞ്ഞാലൊന്നും നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ യങ് പോപ്പുലേഷൻ എത്രയാണെന്നും ഓൾഡ് പോപ്പുലേഷൻ എത്രയാണെന്നും കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഈ പറഞ്ഞ 54 ഒന്നുമില്ല. ചെട്ടികുളങ്ങര പ്രദേശത്ത് പോലും ഇപ്പം ഏകദേശം 16ഓളം പുതിയ മുസ്ലിം ഫാമിലി എത്തിയിട്ടുണ്ട്. 0% ആയിരുന്നു ഒരു കാലത്ത്. 0% ആയിരുന്ന അവിടെ 16 ഫാമിലി ഇപ്പൊ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് 0 ആയിരുന്നു, കലൂര് ഞാൻ താമസിക്കുന്ന ഏരിയ. ഇപ്പൊ ഏകദേശം 10-25ഓളം ഫാമിലികൾ എത്തിക്കഴിഞ്ഞു. എന്റെ വീടിന്റെ ചുറ്റും, ഞാൻ സംസാരിക്കുന്ന വീടിന്റെ ചുറ്റുവട്ടത്തും അവർ ആയി കഴിഞ്ഞു. മാസീവ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ് മലപ്പുറം ഭാഗത്തുനിന്നും കോഴിക്കോട് ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. അവിടെ ഈ നമ്മൾ ഹലോ കേൾക്കാമോ? ഈ അക്വേറിയത്തിനകത്ത് മീനെ വളർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് മീൻ കൊടുത്തു വിടുന്ന പരിപാടി അറിയാമല്ലോ അല്ലേ? അക്വേറിയത്തിനകത്തെ മറ്റേ മത്സ്യ ഫാമിനകത്ത് മീനെ വളർത്തിയിട്ട് ആ മീനുകളെ മറ്റു പല സ്ഥലങ്ങളിലെ മീൻ കുഞ്ഞുങ്ങളെ വിതരണം നടത്തുക പറഞ്ഞ ഒരു ഇത് അറിയാമല്ലോ, ബിസിനസ്. മനസ്സിലായി. എന്താ അറിയാമോ? അതിലെ നമുക്ക് ഫാക്ച്വലി ഗവൺമെന്റിന്റെ കണക്കെടുക്കാം. അതായത് മോദി സർക്കാരും പിണറായി സർക്കാരും നമ്മുടെ ഏജൻസീസും സെൻസസ് എടുക്കുന്നുണ്ടല്ലോ. മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് 2.3 to 2.5 ആണ് കേരളത്തിൽ. അത് നോർമലും ഓക്കെയും ഹെൽത്തിയും നാച്ചുറലുമാണ്.
നമുക്ക് അവരുടെ പകുതി ഫെർട്ടിലിറ്റി റേറ്റേ ഉള്ളൂ. അതല്ലേ പ്രശ്നം. ഇപ്പൊ അങ്ങ് നേരത്തെ കണക്ക് പറഞ്ഞു, ഞാൻ കൃത്യം കണക്ക് പറയാം. 2021 മുതൽ കേരളത്തിൽ ജനിക്കുന്നത് ഒരു വർഷം മുസ്ലിം കുട്ടികളാണ് കൂടുതൽ ഹിന്ദു കുട്ടികളെക്കാൾ. ഇത് മുസ്ലിങ്ങളുടെ കുറ്റമല്ല, നമ്മുടെ തെറ്റല്ലേ? നമ്മുടെ കുറ്റമല്ലേ? അതിന് ആരെങ്കിലും വേറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി തിരിച്ചൊരു പോയിന്റും കൂടെ പറയട്ടെ, അങ്ങ് എഗ്രി ചെയ്യാൻ പോകുന്ന പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇത് നമുക്ക് എന്തുകൊണ്ടാ നമ്മുടെ ജനതയെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റാത്തത്? നമ്മൾ ഒന്നെങ്കിൽ ഇത് പറയുമ്പം കടുത്ത വർഗീയത പറയും, കടുത്ത മലപ്പുറം വിരുദ്ധത പറയും, മുസ്ലിം വിരുദ്ധത പറയും. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് ഒരു വേദിയിലും ഇത് പറയാൻ പറ്റില്ല. ഞാൻ നേരെ തിരിച്ച് ഈ കണക്ക് മുസ്ലിം ലീഗിന്റെ വേദി വരച്ചെന്ന് പറയും, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞങ്ങളൊരു ഡെമോഗ്രഫിക് ക്രൈസിസ്, ജനസംഖ്യാ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ക്രൈസിസ് നമുക്ക് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നമുക്ക് വീണ്ടും ആ ഫെർട്ടിലിറ്റി റേറ്റ് തിരിച്ചു പിടിക്കാതെ സൊല്യൂഷൻ ഉണ്ടോ? ഞാൻ ഒരു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. എത്ര ബഹളം വെച്ചാലും, എത്ര മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാലും, നമ്മുടെ കുടുംബ സംവിധാനം നേരെയായി ഫെർട്ടിലിറ്റി റേറ്റ് തിരിച്ചു വരാതെ നമുക്കൊരു ഭാവിയുണ്ടോ? കേൾക്കുന്നു, കേട്ടു, ഉത്തരം പറഞ്ഞു. അല്ല, ഉണ്ടോ? പറയട്ടെ, ഇല്ല, ഉത്തരം ഉണ്ടോ? പറയട്ടെ, ആ, ഉത്തരം പറയണം, പറയട്ടെ, ഉത്തരം പറയട്ടെ. പറയണം. അതായത് ഒരു ഹിന്ദു സർക്കാർ വേണമെന്ന് ഞാൻ പറയില്ല. ആ. പക്ഷേ ഒരു ന്യൂട്രൽ സർക്കാരല്ല കഴിഞ്ഞ 10-40 വർഷമായിട്ട് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹിന്ദുവിനും പ്രോപ്പറായിട്ട് ഹിന്ദുവിന് സപ്പോർട്ട് സിസ്റ്റം ഇല്ല, സപ്പോർട്ടില്ല. അവർക്ക് പിന്നെ സർക്കാരിലും കിട്ടുന്നില്ല, പ്രൈവറ്റിലില്ല, സമ്പത്തില്ല, സ്ഥാപനങ്ങളില്ല, ബിസിനസ് ഇല്ല, ഒക്യുപേഷൻസ് ഇല്ല. അവനെന്ത് ചെയ്യാൻ പറ്റും? ജി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതേ, ആരെങ്കിലും നിങ്ങൾ കുറ്റം പറഞ്ഞോണ്ടിരുന്ന സൊല്യൂഷൻ ഉണ്ടോ? ഒരു മിനിറ്റ് നമുക്ക് സൊല്യൂഷന്റെ കുറ്റം കാര്യം പറഞ്ഞ പറഞ്ഞാൽ നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടോ? ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യം കുറെ കൂടെ ഷാർപ്പായി ചോദിക്കാം. ഏതെങ്കിലും രീതിയിൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞോ അപരവൽക്കരിച്ചോ ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് എന്തെങ്കിലും ഒരു നോ വേ, നോ വേ. അതിനാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ പറഞ്ഞില്ലേ, രാഹുൽ ഈശ്വർ അവിടെ ചാനലിലിരുന്ന് പറഞ്ഞത് കൊണ്ടോ, ഞാൻ രാഹുൽ ഈശ്വറിന്റെ അടുത്ത് സംവാദം നടത്തിയത് കൊണ്ടോ, അല്ലെ എന്റെ അടുത്ത് വേറെ പലരും സംവാദം നടത്തിയത് കൊണ്ടോ ഒന്നും നടക്കില്ല. ഇതിന് ഫീൽഡിൽ ആക്ഷൻ നടക്കണം, ഫീൽഡിൽ പ്രവർത്തനങ്ങൾ നടക്കണം. അതുപോലെ തന്നെ ഓരോ ഫാമിലിയെ എംപവർ ചെയ്യണം. അവർക്ക് എംപവർ മാത്രമല്ല ഒരു അത് എന്തുകൊണ്ട് എംപവർ മാത്രമല്ല എന്ന് പറയുന്നത് അറിയാം. ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് വീട്ടിലൊന്നും അങ്ങനെ ബുദ്ധിമുട്ടോ സാമ്പത്തികമായി യാതൊരു പ്രശ്നമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. വീട്ടിൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷം എനിക്ക് കുട്ടി ഉണ്ടായത്. കാര്യം കുട്ടി ഉണ്ടാവുന്നതിനെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ട്. ഭഗവാനെ, കുട്ടി ഉണ്ടായ ഒരുപാട് ചെലവല്ലേ, കുട്ടി ഉണ്ടായ മെനക്കേടല്ലേ, അതാണ് ഇതാണ്. ഈ 7 വർഷം കഴിഞ്ഞ് എനിക്കൊരു കുട്ടി ഉണ്ടായപ്പോഴാണ് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണെന്നും ധന്യതയാണെന്നും തിരിച്ചറിഞ്ഞ് എനിക്കൊരു 3 വർഷത്തിന് ശേഷം രണ്ടാമതൊരു കുട്ടിയും കൂടെ ഉണ്ടായി. യഥാർത്ഥത്തിൽ നമുക്ക് 3 അല്ല 5 വർഷത്തിന് ശേഷം രണ്ടാമതൊരു കുട്ടി കൂടെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഞാൻ അടക്കമുള്ള നമ്മുടെ ഈ അപ്പർ മിഡിൽ ക്ലാസ് നിൽക്കുന്ന ആൾക്കാരെ നോക്കിയേ, പലർക്കും ഒരു കുട്ടിയേ ഉള്ളൂ. ഇവരിലേക്ക് അവയർനെസ് പോട്ടെ. കോടീശ്വരനായ രാംചരൺ, നമ്മുടെ RRRലൊക്കെ അഭിനയിച്ച തെലുങ്ക് സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ, രാംചരൺ ഇത്രയും കാലമായിട്ട് കുട്ടികളുണ്ടായില്ല. കഴിഞ്ഞ വർഷമാണ് കുട്ടി ഉണ്ടായത്. ഈ കാശില്ലാത്തതല്ല, നമ്മുടെ മനോഭാവം നേരെ മാറുക. ഞാൻ ഇന്ന് ഓടി നടന്ന് നമ്മുടെ സുഹൃത്തുക്കളോടും മറ്റും പറയുന്നുണ്ട്, നിർബന്ധമായി വേണം. രാഹുല് എന്താ പ്രശ്നം എന്നറിയോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ രാഷ്ട്രീയക്കാർക്കും ഉള്ള പ്രശ്നമാണ്, രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? അവര് ഈ once you become a celebrity status or once you become leaders, the problem of getting the right information from the right quarters at the ground level becomes cut off. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? റേഷന് മേടിക്കാൻ പോകുന്ന സമയത്ത്, അരി മേടിക്കാൻ പോകുന്നു, മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ അവരിലുള്ള സാധാരണക്കാരനായിട്ട് പോകും. ഞാൻ എൻ്റെ ഒഫീഷ്യൽ സെറ്റപ്പിൽ പോകുന്ന ഓൺലി ഇഫ് ഐ ഹാവ് ഗോട്ട് എൻ ഒഫീഷ്യൽ വിസിറ്റ് ടു ഡു. അതർവൈസ് ഐ ബിക്കം എ വെരി 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 ലേമാൻ അപ്രോച്ചാണ്. അതുകൊണ്ട് എന്ത് ഗുണം കിട്ടുമെന്ന് അറിയാവോ? ഞാൻ വെൽഡറുമായിട്ട്, ഇലക്ട്രീഷ്യനുമായിട്ട്, പ്ലംബറുമായിട്ട്, കടക്കാരനുമായിട്ട്, ഇങ്ങനെയുള്ള സർവ്വ ആളുകളുമായിട്ട് വർത്താനം പറയും. എൻ്റെ വൈഫ് എന്നെ എടുത്ത് വഴക്ക് പറയും, ഈ കാണുന്ന മൈക്കുട്ടിയോട് മുഴുവനും ചേട്ടൻ സംസാരിക്കുകയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കും. ഞാൻ എവിടെ ചെന്നാലും ശരി, ബിക്കോസ് അത് എൻ്റെ ഡാറ്റാബേസ് കളക്ഷന്റെ ഭാഗമാണ്. ആ ഡേറ്റാബേസിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, ഞാനൊരു നമ്മുടെ ഇടയിൽ ഹിന്ദുക്കളെല്ലാം ഒന്നാണ്, എന്നാലും സമുദായം തിരിച്ചും കൂടെ ചോദിക്കാം. ഹിന്ദുക്കളിൽ തന്നെ നായരാദി, അതായത് നമ്പൂതിരി മുതൽ നായർ വരെയുള്ള സമുദായങ്ങളിലാണ് ഈ ഫെർട്ടിലിറ്റി ക്രൈസിസ് കൂടുതൽ.
ഈഴവ അതെ, സമൂഹത്തിൽ കാരണം അത് കുറച്ചുകൂടെ ഉണ്ട്. സമ്മതിച്ചു അവര് രണ്ടുപേരുണ്ട്, അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. ഞാൻ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് 3 കുട്ടികളുള്ള ഒരാളെ തപ്പി നടന്നപ്പോൾ ആകെ 2 പേരെയാണ് എനിക്ക് 3 കുട്ടികളെ കിട്ടിയത്. ആ 3 കുട്ടികൾ കിട്ടിയ എങ്ങനെയാണെന്നറിയോ? ഉം, അതായത് 2 പേര് ഡബിൾ ആയതുകൊണ്ടാ, ഉം. ട്വിൻസ് ആയതല്ലേ. ട്വിൻസ് ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ ജനസംഖ്യക്ക് അങ്ങ് കാണുന്ന സൊല്യൂഷൻ എന്താ? ഇനി ഒരു പ്രോ ഹിന്ദു ഗവൺമെന്റോ സോക്കോൾഡ് ന്യൂട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന BJP ഗവൺമെന്റോ വരുന്ന 10-15 വർഷം നമുക്ക് വെയിറ്റ് ചെയ്ത് കളയാൻ പറ്റൂ? അപ്പോഴേക്കും ഇവിടെ കേരളത്തിൽ ഹിന്ദുക്കൾ ഉണ്ടാവില്ല സർ. Correct. അപ്പൊ ഞാൻ ചോദിച്ചതേ, നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്, അതായത് രാഷ്ട്രീയത്തിനപ്പുറം ചെയ്യേണ്ടത് ഒരു പ്രോ ഫാമിലി അപ്രോച്ച് നമ്മുടെ അതിനെക്കുറിച്ച് തർക്കമില്ലെന്നേ. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പലവട്ടം നിങ്ങൾ പറഞ്ഞു നമുക്ക് കാണണം നിങ്ങളുടെ അപ്രോച്ചിനോട് ചില കാര്യങ്ങളിൽ ഒഴിച്ച്. അതായത് നിങ്ങൾ ഞാൻ ഈ അപ്രോച്ചിനെ കുറിച്ച്, അങ്ങയുടെ അപ്രോച്ചിന്റെ വിമർശനം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് റെസ്പെക്ട് ചെയ്തോണ്ടാ പറയുന്നത്. എല്ലാവരും ഇത് ഞാൻ പറയുന്നതല്ല മറ്റുള്ളവർ പറയുന്നത് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ആളുകൾ. അല്ലാതെ മുഖ്യധാരാ ചാനലുകളിൽ വ്യക്തിപരമായ സംഭാഷണത്തിൽ എല്ലാവരും പറയും, ആരെങ്കിലും ഹിന്ദുക്കളുടെ ജനസംഖ്യ ഇത്രയും ഹൈലൈറ്റ് ചെയ്യാറുണ്ടോ? എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മതസൗഹാർദ്ദ ക്രെഡൻഷ്യലും കൂടി ഉള്ളതുകൊണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞാൽ നാളെ മുസ്ലിമിനെതിരെ അല്ല, ക്രിസ്ത്യാനിക്കെതിരെ അല്ല എന്ന് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അറിയാം. അവരെ ദ്രോഹിക്കാൻ വേണ്ടി അല്ല പറയുന്നതെന്ന് അവർക്കറിയാം. സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ യു ആർ നോട്ട് ഇൻ കോൺഫിഡൻസ് വിത്ത് ദി ഹിന്ദു പോപ്പുലേഷൻ. ഹിന്ദു എന്ന് പറഞ്ഞാ ഹിന്ദുത്വ പോപ്പുലേഷൻ അല്ലേ? നമ്മുടെ മെയിൻ സ്ട്രീം NSS, മെയിൻ സ്ട്രീം ഇവരടക്കമുള്ള ആൾക്കാര്, ഇവർക്കെല്ലാം കുറെ കൂടെ അക്സെപ്റ്റബിൾ ആയ നെറേറ്റീവ് ഒരു ഗാന്ധിയൻ ഹിന്ദു ലൈൻ അല്ലേ? അല്ല, അവിടെയാണ് പ്രശ്നം. NSSഉം SNDPയും ഒരു സമുദായ സംഘടന അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആണല്ലോ. അത് നമുക്ക് ആലങ്കാരികമായിട്ട് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും ഒരു കമ്പനി ആക്ട് പ്രകാരം തുടങ്ങി എന്ന് പറഞ്ഞാലും ഒറിജിനലി ആണല്ലോ. നമുക്ക് അതാണ് രസം. നിങ്ങൾ ഈ NSSന്റെ മീറ്റിങ്ങുകളിലോ SNDPയുടെ മീറ്റിങ്ങുകളിലോ അവരുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യോ? അവര് കോർ ഇഷ്യൂല് വരുമ്പോ അവര് സൈലന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്നും കൂടെ അറിയാമോ? പാർഷ്യലി സെക്കുലർ ഷൈനസ് അല്ല, സെക്യുലർ ഫിയർ ആണ് അവർ. സെക്കുലർ ഇൻഹിബിഷനോ സെക്കുലർ ഫിയറോ ഉണ്ട്. 2, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയായി പോകുമോ എന്ന് അവരുടെ പേടി മറുഭാഗത്ത് ഈ തീവ്ര ഹിന്ദുത്വ കൂടി ഉണ്ടാക്കുന്നുണ്ടാ. അതായത് നാളെ ഹിന്ദു എന്ന വാക്ക് പറയാൻ മടിക്കുന്നത് ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വ കൂടി ഉള്ളതുകൊണ്ടാ. പകരം ഉണ്ടാക്കിയാൽ മതി. അമ്പലത്തിൽ പോയാൽ ചന്ദനക്കുറി ഇടാൻ പറ്റുന്നത് ഭയപ്പെടുന്ന ഹിന്ദുക്കൾ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അവരുടെ മനസ്സിനെയും കൂടെ നമുക്കൊരു മുഖ്യധാര ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരാൻ ഗാന്ധിജിയുടെ ഹിന്ദുസോ ആയിരിക്കുമോ നല്ലത്, സവർക്കറുടെ ഹിന്ദുസോ ആയിരിക്കുമോ നല്ലത്? ഈ അങ്ങ് പറയുന്ന ഞാൻ പറയുന്ന വേറൊരു ഭാഗമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ക്യാപ്സൂൾ ആണ് നല്ലതെന്ന് പറയും. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഞാൻ പറയുന്നത് ക്യാപ്സൂൾ ഞാൻ പറയുന്നത് ക്യാപ്സൂളാണ്. ഞാൻ പറയുന്നത് സവർക്കറിന്റെ ഹിന്ദുത്വത്തിന്റെ പുറത്തൊരു ഗാന്ധിയൻ ഫിലോസഫി ചുറ്റുവട്ടം ഇറക്കിയാൽ മതി, അത്രേ ഉള്ളൂ. പണ്ടത്തെ കോൺഗ്രസ് ഗാന്ധിജി തന്നെ ചെയ്താലുള്ള ഗുണം എന്താ അറിയാമോ? മുസ്ലിങ്ങൾക്കും അവരും നമ്മുടെ നാട്ടുകാരല്ലേ? നമ്മുടെ നാട്ടിൽ ജനിച്ച അവര് ഇപ്പൊ രസം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും കാര്യമായിട്ട് രസം, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വളരെ വലിയ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ലോ ക്ലാസ് പോപ്പുലേഷൻ ഉണ്ടല്ലോ അതിനകത്തെ, അവരാണ് ഇത്രയും തീവ്രവാദികളുള്ളൂ. കുറച്ചും കൂടി മുമ്പോട്ട് പോയവരെല്ലാം എക്കണോമിക്കലി വെൽ ഓഫ് ആയ ആളുകള്, അവര് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളിൽ അവർക്ക് ഭയങ്കരമായ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ദൈവമേ, ഡൊണേഷൻ കൊടുത്ത് മടുത്തു ഇനിയിപ്പോ അവന്മാരുടെ കുറച്ച് നാളത്തേക്ക് അതില്ലല്ലോ എന്ന്. പക്ഷെ നമുക്ക് മുസ്ലിം ലീഗ് ഇല്ലേ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്രാവശ്യം അള്ളാഹുവിന്റെ നാമം വേണ്ട, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്ന് തീരുമാനിച്ച കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഒക്കെ നമ്മുടെ ഇടയിലില്ലേ? അത് തിരുവനന്തപുരത്തെ പ്രശ്നം ഓൾറെഡി കിടക്കുന്നത് കൊണ്ടായിരുന്നു. അവര് ഫ്ലെക്സ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും എന്നും റെഡിയല്ലേ? നമുക്കപ്പോ ആ മുസ്ലിം ലീഗിന്റെ മനോഭാവം പോലെ ഒരു ഹിന്ദു മനോഭാവം വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഒരു ഹിന്ദു ലീഗ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാൽ 100%. ഞാൻ വെള്ളാപ്പള്ളി സാറിനോട് ഹിന്ദു ലീഗ് എന്ന് പേരിടണമെന്ന് പറഞ്ഞാണ് BDJSന്. പുള്ളി എന്നിട്ട് എന്നോട് പറഞ്ഞെന്താ അറിയോ? രാഹുൽ പറയണാണ് കറക്റ്റ്. എന്റെ അഭിപ്രായം, അതായത് വെള്ളാപ്പള്ളി സാറിന്റെ അഭിപ്രായം അതാണ്. ഈ BDJS എന്നൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവൂല. മനുഷ്യന് ബീഡി കാജാ ബീഡി നോക്കാൻ പറ്റേ. ഞാൻ ഇന്നലെ അങ്ങേരുടെ പറഞ്ഞു, എന്റെ അടുത്ത് അറിയാവുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കക്ഷിയോട് പറഞ്ഞു, നിങ്ങൾ ഈ ബീഡി എന്ന് പറയുമ്പം
ആളുകൾ കേൾക്കുന്ന കാജാ വീടിന്നോ അല്ലെ ഗണേഷ് എന്നിട്ട് വീടിന്നോ ദിനേശ് എന്നിട്ട് വീടി. അവരുടെ ലോജിക് എന്താ അറിയോ? നമ്മുടെ ഗുരുമൂർത്തി ജി അടക്കം അറസ്റ്റിന്റെ ഗുരുമൂർത്തി ജി അടക്കമാണ് ഇത് കൺസീവ് ചെയ്യുന്നത്. ഭാരത് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദു. അപ്പൊ ഹിന്ദു ജനസേന എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വേറെ ആർക്കും മനസ്സിലാവൂല. മനസ്സിലാവില്ല. അതിൽ എഴുതി അത് കഴുത്തേൽ കെട്ടിത്തൂക്കേണ്ടി വരും. ശരിക്കും നമുക്ക് വേണ്ടിയിരുന്ന ഒരു ഹിന്ദു ലീഗാണ്. അങ്ങനെ ഹിന്ദു ലീഗ് എന്ന് വെച്ചിട്ട് മുസ്ലിം ലീഗിന് സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് ഹിന്ദു ലീഗിനും സ്പേസ് വേണം എന്ന് പറയുകയും വിശാല അർത്ഥത്തിൽ ഒരു സെന്റർ റൈറ്റ് പൊസിഷൻ എടുക്കുകയും ചെയ്യാതെ വേറെ എന്താ വഴിയുള്ളേ? ഞാൻ പറയണതേ, ഞാൻ അബ്സല്യൂട്ട് പ്രാക്ടിക്കലാണ് പറയുന്നത്. പ്രായോഗികമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ. ഈ പിന്നെ കാന്തിയോ ഇപ്പം നിങ്ങളൊരു ഒരു എന്താ പറയാ ചാനലുകളിലൊക്കെ വന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് ലീഡ് എടുത്തുകൂടാ? നിങ്ങൾക്ക് ഞാനൊരു 500 പേരെ ഞാൻ തരാം, അല്ലെ പോട്ടെ ഒരു 100 പേരെ ഞാൻ തരാം. ഇതിന്റെ ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറയാം. ഞാൻ ഇപ്പോഴും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ബാക്കി ജോലികളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഇടയ്ക്കും അമ്പല പ്രഭാഷണവും ബാക്കി സമുദായ സാമൂഹിക എന്റെ പൊന്നു ചേട്ടാ, ഞാനിപ്പം കേരളത്തിലെ ഏറ്റവും വലിയ വോസിഫറസ് ആയ ഒരു ക്യാമ്പയിൻ നടത്തുന്നതാണ്. അമ്പലങ്ങളിൽ പ്രഭാഷണമോ തേങ്ങാകൊലയോ നടത്തിയിട്ട് ഒരു കാര്യമില്ല. 70, 75, 65 വയസ്സുള്ള ആളുകൾ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഉച്ചയ്ക്ക് കിട്ടാൻ പോകുന്ന അവർക്ക് ഉച്ചയ്ക്ക് കിട്ടാൻ പോകുന്ന കഞ്ഞി അല്ലെങ്കിൽ വൈകിട്ട് കിട്ടാൻ പോകുന്ന സദ്യ ഇത് ഓർത്തിരിക്കുന്ന ആ പാവം പിടിച്ച ആളുകളെ കൊണ്ട് ഒരു ചുക്ക് നടക്കാൻ പോകത്തില്ല. നമുക്ക് വേറെ സ്പേസ് ഇല്ല. അങ്ങ് മനസ്സിലാക്കേണ്ട പ്രാക്ടിക്കൽ പ്രോബ്ലം എന്താ അറിയാമോ? അതായത് ക്രിസ്ത്യാനികൾക്ക് ഒരു മെസ്സേജ് താഴെ തട്ടിലേക്ക് എത്താൻ 3 or 4 ആഴ്ചകൾ മതി. അവരുടെ ഇടയലേഖനങ്ങൾ, സൺഡേ കൂട്ടായ്മകളിലൂടെയും ഈ അമ്പലങ്ങളിൽ ഒരു പ്രഭാഷണങ്ങൾ കൊണ്ടോ ഒരു സപ്താഹം കൊണ്ടോ നവാഹം കൊണ്ടോ ഒന്നും ഇഫക്റ്റീവ് ആക്കി അല്ല. നമുക്ക് വേറെ സ്പേസ് എവിടെ പോയി പ്രശ്നങ്ങൾ പറയും? ഞാൻ സിമ്പിൾ ആയി ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ പോയി നമ്മുടെ ജനസംഖ്യക്ക് അടക്കം പ്രശ്നമുണ്ടെന്ന് നമ്മൾ എവിടെ പോയി പറയും? പറയാനുണ്ട് സ്ഥലങ്ങള്. നമുക്ക് അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ഞാനിപ്പോ എനിക്ക് എന്റെ ഗസ്റ്റ് ഇവിടെ വന്നിരിപ്പുണ്ട്. തീർച്ചയായിട്ടും സംസാരിക്കാൻ ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഹിന്ദുക്കൾ കേൾക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതായ സംഭാഷണം. താങ്ക് യു ജി. എന്തായാലും കാണാം.